ജിയോ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടിൻ്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ കാറ്റഗറിക്കും യൂസ്ഫുൾ ആവുന്ന സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കേട്ടിട്ട് കാറ്റഗറി 2, 3 സോഷ്യൽ സയൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേട്ടിട്ട് 1 നമ്മൾ സൈക്കോളജി മാത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ആദ്യ ചോദ്യം നോക്കൂ. വാക്കുകളിൽ അക്ഷരങ്ങളുടെ അടുക്കും ചിട്ടയും ഓർത്തു വയ്ക്കാനുള്ള പ്രയാസം, ദൃശ്യാനുഭവങ്ങളുടെ മറവി എന്നിവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാക്കുകളിൽ അക്ഷരങ്ങളുടെ അടുക്കും ചിട്ടയും ഓർത്തു വയ്ക്കാനുള്ള പ്രയാസം, ദൃശ്യാനുഭവങ്ങളുടെ മറവി എന്നിവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ ഏത് ലേണിംഗ് ഡിസേബിലിറ്റിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ. ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? വാക്കുകളിൽ അക്ഷരങ്ങളുടെ അടുക്കും ചിട്ടയും ഓർത്തു വയ്ക്കാനുള്ള പ്രയാസം, ദൃശ്യാനുഭവങ്ങളുടെ മറവി. കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിസ്ലെക്സിയ ആണ്. ഏതാണ്? ഓപ്ഷൻ സി, ഡിസ്ലെക്സിയ ആണ് കറക്റ്റ് ഓപ്ഷൻ. നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് ഡിസേബിലിറ്റീസ് ഉണ്ട്. ഡിസ്ഗ്രാഫിയ ഏതാണ്? എഴുത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ലേണിംഗ് ഡിസേബിലിറ്റി ആണ്. ഡിസ്പ്രാക്സിയ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സുമായിട്ട് മോഷൻ അല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, അവയവങ്ങളുടെ മൂവ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡിസേബിലിറ്റിയാണ് ഡിസ്പ്രാക്സിയ. ഡിസ്ലെക്സിയ നമ്മൾ പറഞ്ഞു. അതുപോലെ ഡിസ്കാൽക്കുലിയ എന്താണ്? മാത്തമാറ്റിക്സിൽ വരുന്ന പ്രയാസങ്ങളാണ്, കണക്ക് കൂട്ടാനുള്ള പ്രയാസങ്ങളും. അതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഡിസ്കാൽക്കുലിയയിൽ വരുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ലേണിംഗ് ഡിസേബിലിറ്റീസ്. എല്ലാ തവണയും കേട്ടിട്ട് സൈക്കോളജിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനം ഊർജിതമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഏത്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനം ഊർജിതമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഏത്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി കമ്പൈൻഡ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനം ഊർജിതമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഓപ്ഷൻ ബി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. IQ 140 മുകളിലുള്ളവരെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ പ്രതിഭാശാലികൾ, ഓപ്ഷൻ ബി ബുദ്ധിമാന്മാർ, ഓപ്ഷൻ സി ശരാശരിക്കാർ, ഓപ്ഷൻ ഡി ബുദ്ധി കുറഞ്ഞവർ. ആരാണ് 140 മുകളിൽ IQ ഉള്ളവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബുദ്ധി കുറഞ്ഞവരാണോ? അല്ല. ശരാശരിക്കാരാണോ? അല്ല. ബുദ്ധിമാന്മാരാണോ? അല്ല. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ പ്രതിഭാശാലികളാണല്ലേ, ജീനിയസ് ആണ്, പ്രതിഭാശാലികളാണ് 140 മുകളിൽ IQ ഉള്ളവർ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇവിടെ ഓരോ IQവിനെയും എന്താണ് ഡിഫറൻസ് ഒക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോസിലെല്ലാം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. IQവിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, IQ ബേസ് ചെയ്തിട്ട് 70 താഴെയുള്ളവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതുപോലെ 70 80 ഇടയ്ക്കുള്ളവർ, 80 90 ഇടയ്ക്കുള്ളവർ അല്ലേ. അപ്പോൾ 90 100 അല്ലെങ്കിൽ 110 ഇടയിലുള്ളവരാണ് ആവറേജ് എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും, കാരണം എല്ലാ തവണയും ഈ ഒരു ചോദ്യം കാണാറുണ്ട്. നെക്സ്റ്റ്, ഇന്ദ്രിയ പരിശീലനം വിദ്യാഭ്യാസത്തിനായി പ്രയോജനപ്പെടുത്തിയതാര്? ഇന്ദ്രിയ പരിശീലനം വിദ്യാഭ്യാസത്തിനായി പ്രയോജനപ്പെടുത്തിയതാര്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഫുള്ള് മലയാളത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് LP UPക്ക് പഠിക്കുന്നവർക്കും യൂസ്ഫുൾ ആണ്. ഇന്ദ്രിയ പരിശീലനം വിദ്യാഭ്യാസത്തിനായി പ്രയോജനപ്പെടുത്തിയതാര്? ഓപ്ഷൻ എ ഫ്രോബൽ, ഓപ്ഷൻ ബി മറിയ മോണ്ടിസോറി, ഓപ്ഷൻ സി പെസ്റ്റലോസി, ഓപ്ഷൻ ഡി റൂസോ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്, മറിയ മോണ്ടിസോറി ആണ്. ഇന്ദ്രിയ പരിശീലനം വിദ്യാഭ്യാസത്തിനായിട്ട് പ്രയോജനപ്പെടുത്തിയത് ആരാണ്? മറിയ മോണ്ടിസോറിയാണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ക്രിയാഗവേഷണത്തിലേക്ക് നയിക്കുന്നത്? ആക്ഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തൽ,
ഓപ്ഷൻ ബി പ്രബന്ധങ്ങൾ തയ്യാറാക്കൽ, ഓപ്ഷൻ സി ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, ഓപ്ഷൻ ഡി ഒരു സിദ്ധാന്തം പരിശോധിക്കൽ. ആക്ഷൻ റിസർച്ചിലേക്ക് നയിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ എന്നുള്ളതാണ്. ഓപ്ഷൻ സി, ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏത്? നമ്മുടെ ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ വരാത്ത ഒന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആന്തരിക വൈയക്തിക ബുദ്ധി, ഓപ്ഷൻ ബി ഭാഷാപരമായ ബുദ്ധി, ഓപ്ഷൻ സി ധാർമ്മികമായ ബുദ്ധി, ഓപ്ഷൻ ഡി സംഗീതപരമായ ബുദ്ധി. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഇതിൽ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഏതാണ്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഭാഷാപരമായ ബുദ്ധി വരുന്നുണ്ട്, ആന്തരിക വൈയക്തിക ഇൻട്രാപേഴ്സണൽ വരുന്നുണ്ട്, ഇൻ്റർപേഴ്സണൽ ഉണ്ട്, അതുപോലെ ഭാഷാപരമായിട്ടുള്ളതുണ്ട്, ബോഡിലി കൈനസ്തെറ്റിക് ഉണ്ട്. അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണ്? കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ധാർമ്മികമായ ബുദ്ധി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ധാർമ്മികമായ ബുദ്ധി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹൊവാർഡ് ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിവിഷൻ ക്ലാസ്സിലൊക്കെ ഈ തിയറീസും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ക്ലാസ്സിൽ അധ്യാപിക പറയുന്നത് ശ്രദ്ധിക്കാതെ ഒരിടത്തും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന കുട്ടി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലാസ്സിൽ അധ്യാപിക പറയുന്നത് ഒന്നും കേൾക്കാതെ കുട്ടി എന്ത് ചെയ്യുന്നു? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഓടി നടക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ ശല്യപ്പെടുത്തുക, അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരെ ഏത് ഇതിലാണ് പെടുത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ADHD ആണോ, ഓട്ടിസം ആണോ, മോറോൺസ് ആണോ, സെറിബ്രൽ പാൾസി ആണോ? അപ്പോൾ ഇതാണ് ഒരു ഏകദേശം ഐഡിയ ഉള്ള ആൾക്ക് പറയാൻ പറ്റുമല്ലേ? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ADHD. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? എന്താണ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്, ശ്രദ്ധ കുറവാണ്, ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. കുട്ടി എന്തായിരിക്കും? എപ്പോഴും അടങ്ങിയിരിക്കാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ADHD. അപ്പോൾ ഓട്ടിസവും സെറിബ്രൽ പാൾസിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓട്ടിസവും സെറിബ്രൽ പാൾസി നമ്മൾ മമ്മൂട്ടിയുടെ ആ ഒരു ഫിലിമിലുള്ള ആ ഒരു കുട്ടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നെക്സ്റ്റ്, ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്വീകാര്യനാണ് അരുൺ. അവൻ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അനുതാപം, സഹകരണ മനോഭാവം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആത്മനിയന്ത്രണം, ലക്ഷ്യബോധം എന്നീ ഗുണങ്ങളും അരുണിനുണ്ട്. ഇത് കാണിക്കുന്നത് അരുണിൻ്റെ ഓപ്ഷൻ എ ബഹുമുഖ ബുദ്ധിയാണ്, ഓപ്ഷൻ ബി ബുദ്ധിശക്തിയാണ്, ഓപ്ഷൻ സി ആത്മീയ ബുദ്ധിയാണ്, ഓപ്ഷൻ ഡി വൈകാരിക ബുദ്ധിയാണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ, അനുതാപമുണ്ട്, സഹകരണ മനോഭാവമുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്, ആത്മനിയന്ത്രണം, ലക്ഷ്യബോധം. ഇതൊക്കെ എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്? വൈകാരിക ബുദ്ധി അല്ലേ? ഓപ്ഷൻ ഡി ഇമോഷണൽ ഇൻ്റലിജൻസ്. ആരാണ് ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഡാനിയൽ ഗോൾമാൻ ആണ്. ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി മുന്നേ നമ്മൾ എല്ലാ വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിവിഷൻ വീഡിയോസ് കാണുക. അപ്പോൾ ഡാനിയൽ ഗോൾമാൻ്റെ തിയറിയാണ് എന്ത്? ഇമോഷണൽ ഇൻ്റലിജൻസ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരോട് അനുതാപം, സഹകരണം, മറ്റുള്ളവരോട് ഇടപഴകാനുള്ള കഴിവ്, ആത്മനിയന്ത്രണം, അതുപോലെ ലക്ഷ്യബോധം, മോട്ടിവേഷന്, ഇതൊക്കെ അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ചോദ്യം: The ability of a student to apply the acquired knowledge to solve problems in similar or related situation is known as.
ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിലും അതിൻ്റെ മലയാളം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് മുന്നേ പഠിച്ച ഒരു കാര്യം എന്ത് ചെയ്യുന്നു, ദ എബിലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ് ടു അപ്ലൈ ദ അക്വയർഡ് നോളജ്. നമ്മൾ പഠിച്ച ഒരു കാര്യം എന്തിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ടു സോൾവ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻ സിമിലർ ഓർ റിലേറ്റഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരുപോലെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മുന്നേ പഠിച്ച ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി മോട്ടിവേഷൻ, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഓപ്ഷൻ ഡി റീഎൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ എന്താണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് കഴിഞ്ഞ തവണത്തെ ഇപ്പം ലേറ്റസ്റ്റായി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നേ വീഡിയോസ് കണ്ടിരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കഴിഞ്ഞ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. കാരണം ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും കവർ ചെയ്ത ടോപ്പിക്സ് ആണ്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? നമ്മൾ പഠിച്ച ഒരു കാര്യം മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് തന്നെ പലതരത്തിലുണ്ട്. പ്രധാനമായിട്ടും 3-4 ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം നമ്മുടെ അതേ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സാഹചര്യത്തിൽ നമുക്ക് മുന്നേ പഠിച്ചൊരു കാര്യം യൂസ്ഫുൾ ആകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കാം. അതേസമയം നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം പുതിയൊരു സിറ്റുവേഷനിൽ വേറൊരു കാര്യം പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച കാര്യം നമുക്ക് ഈ ഒരു പഠനത്തെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. അതേസമയം യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, സീറോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ന്യൂട്രൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. സീറോ ട്രാൻസ്ഫറിനെയാണ് എന്ത് വിളിക്കുന്നത്, സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മുന്നേ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ അത് പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ 4 ഇപ്പോൾ ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, റീഎൻഫോഴ്സ്മെൻറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുക, വെറും ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 ഓപ്ഷൻസ് എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി പോകാൻ ശ്രദ്ധിക്കുക. ആറ്റിറ്റ്യൂഡ് എന്താണ്, മോട്ടിവേഷൻ എന്താണ്, റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. Next, Abraham Maslow put forth the idea of hierarchy of needs. Some of the human needs he proposed are. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയെക്കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കുറച്ച് ശ്രേണി കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മാസ്ലോ ദ കറക്റ്റ് ഓർഡർ ഓഫ് നീഡ് ഈസ്. ഈ ആവശ്യങ്ങളുടെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ടേം ആയിരിക്കും അല്ലെങ്കിൽ പേരായിരിക്കും ഏത്, അബ്രഹാം മാസ്ലോ, ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി അല്ലേ. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്, തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് അബ്രഹാം മാസ്ലോ കൊണ്ടുവന്നത്, ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം അതിൽ ഏതൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് 5 ശ്രേണിയായിട്ടാണ് അല്ലെങ്കിൽ 5 കാര്യങ്ങളാണ് ഇതിൽ അദ്ദേഹം ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഓപ്ഷനായിട്ട് വരുന്നത്, കറക്റ്റ് ഓർഡറിൽ വരുന്നത്? ഫസ്റ്റ് ഏതാണ് വരുന്നത്, ഫിസിയോളജിക്കൽ നീഡാണ്. അപ്പോൾ തന്നെ നമുക്ക് ബിയും ഡിയും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ മുന്നിലുള്ളത് എയും സിയും ആണ്. അപ്പോൾ അതിൽ തന്നെ ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്, സെക്യൂരിറ്റി നീഡ്സ് ആയിരിക്കും അല്ലേ. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള വായു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരാൾക്ക് ഏറ്റവും ആദ്യം ആവശ്യമുണ്ടാകുന്നത്. പിന്നീടാണ് എന്ത് വരുന്നത്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടർ, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ രണ്ടാമത് വരുന്നത് ഏതാണ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്സ് ആണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാമത്തതും കൂടെ നമുക്ക് നോക്കാം. മൂന്നാമത് വരുന്നത് ഏതാണ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ആണ് അല്ലേ. ഈ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ നമുക്ക് സ്നേഹത്തിനുള്ള അല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ്സിനുള്ള, ബന്ധത്തിനുള്ള ഒരു ആവശ്യം. അപ്പോൾ physiological needs, security and safety need, then love and belongingness needs, then aesthetic need, then self actualization need. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക,
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫിസിയോളജിക്കൽ നീഡ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ഈസ്തെറ്റിക് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നുള്ള. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ബിഗിൻസ് അറ്റ് ഡാഷ് സ്റ്റേജ്. ഓപ്ഷൻ എ ബർത്ത്, ഓപ്ഷൻ ബി നേറ്റൽ, ഓപ്ഷൻ സി എംബ്രിയോണിക്, ഓപ്ഷൻ ഡി ചൈൽഡ്ഹുഡ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ശിശു വികാസം ബിഗിൻസ് അറ്റ് ഏത് സ്റ്റേജിലാണ് ശിശുക്കളുടെ വികാസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി എംബ്രിയോണിക് സ്റ്റേജ് ആണ്. ഈ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിൽ വരുന്നതാണ്? നമ്മുടെ ബർത്തിന് മുന്നേ ഉള്ള സ്റ്റേജാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഇത് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്, എംബ്രിയോണിക് സ്റ്റേജ് ആണ്. Next, Freud suggested different psychosexual stages during the development of an individual. The correct order. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഡിഫറെൻറ്റ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഏജിൻ്റെയും ഓരോ സ്റ്റേജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായി പഠിച്ചു വയ്ക്കുക. Select the person who suggested the theory of cognitive development. Select the person who suggested the theory of cognitive development. Option A Erikson, Option B Freud, Option C Piaget, Option D Skinner. ആരാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി കൊണ്ടുവന്നത്? ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, പിയാഷെ ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി കൊണ്ടുവന്നത് പിയാഷെ ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി കൊണ്ടുവന്നത് ആരാണ്? പിയാഷെ ആണ്. സെലക്ട് ദ പേഴ്സൺ ഹു സജസ്റ്റഡ് ദ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ആ ഒരു തിയറി കൊണ്ടുവന്നത് ജീൻ പിയാഷെ ആണ്. നെക്സ്റ്റ്, ഇവിടെ പിയാഷെയുടെ സ്റ്റേജസ് തിയറീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് തിയറി, ആ തിയറിയിൽ തന്നെ വരുന്ന കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അസിമിലേഷന്, അതുപോലെ അക്കൊമഡേഷന്, സ്വാംശീകരണം, അതുപോലെ അസിമിലേഷൻ, അക്കൊമഡേഷൻ, എക്വിലിബ്രിയം, ഡിസിക്വിലിബ്രിയം, ഈ ടേംസൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കീമ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. നമ്മുടെ മുന്നേയുള്ള എല്ലാ വീഡിയോസിലും ഈ ടേംസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. നെക്സ്റ്റ്, കൺവേർട്ടിംഗ് ഓഫ് അൺവാണ്ടഡ് ഓർ ഡേഞ്ചറസ് തോട്ട്സ്, ഫീലിങ്സ് ഓർ ഇമ്പൾസസ് ഇൻ ടു ദെയർ ഓപ്പോസിറ്റ്സ്. അതായത് കൺവേർട്ടിംഗ് ഓഫ് അൺവാണ്ടഡ്, നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള തോട്ട്സിനെയും ചിന്തകളെയും നമ്മളെ ഫീലിങ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓപ്ഷൻസ് വായിക്കാം. റിയാക്ഷൻ ഫോർമേഷൻ, ഐസൊലേഷൻ, അവോയ്ഡൻസ്, കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേതാണ്? റിയാക്ഷൻ ഫോർമേഷൻ ആണോ, ഐസൊലേഷൻ ആണോ, അവോയ്ഡൻസ് ആണോ, കോൺഫ്ലിക്റ്റ് ആണോ? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, റിയാക്ഷൻ ഫോർമേഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയാക്ഷൻ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഇഫ് an unfavorable outcome follows an action. ഒരു ആക്ഷനെ ഫോളോ ചെയ്യുന്നത്, ഒരു പ്രവൃത്തിയെ ഫോളോ ചെയ്യുന്നത് അൺഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ, ഔട്ട്കം ആണെങ്കിൽ, അതായത് നല്ലൊരു റിസൾട്ട് അല്ല അല്ലെങ്കിൽ നല്ലൊരു എഫക്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, then it becomes less likely to be repeated. അത് റിപ്പീറ്റ് ചെയ്യാൻ എന്തായിരിക്കും? സാധ്യത കുറവായിരിക്കും. ഓക്കെ, this statement indicates that, അതായത് if an unfavorable outcome ഫോളോസ് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തിയെ പിന്തുടരുന്നത് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രവൃത്തി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഇത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ഡിസ്യൂസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. ഈ 4 നിയമങ്ങളും ഏതിൽ വരുന്നതാണ്? തോണ്ടേക്കിൻ്റെ
തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ വരുന്ന ചില നിയമങ്ങളാണ് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് യൂസ്, ലോ ഓഫ് ഡിസ്യൂസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. ഓക്കെ, അപ്പോൾ ഈ ലോ ഓഫ് എക്സസൈസിൽ പെടുന്ന 2 ടേംസാണ് ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ്. അതുപോലെ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ഈ 3 നിയമങ്ങളാണ് തോണ്ടൈക്ക് തൻ്റെ തിയറിയിൽ പറയുന്നത്. ലോ ഓഫ് റെഡിനെസ്, അതായത് ഒരു കുട്ടി റെഡി ആയിരിക്കുന്ന സമയത്താണ് ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന തിയറി. അതുപോലെ ലോ ഓഫ് എഫക്റ്റ്, നമ്മൾ ആ കുട്ടിയുടെ പ്രവൃത്തിക്ക് എങ്ങനെയുള്ള റിസൾട്ടാണോ എഫക്റ്റാണോ കൊടുക്കുന്നത് അതനുസരിച്ചിരിക്കും ആ ഒരു പ്രവൃത്തി റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ലോ ഓഫ് എക്സസൈസ്, നമ്മൾ എത്രത്തോളം അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അത് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതാണ് കറക്റ്റ് ലോ വരുന്നത്? ലോ ഓഫ് എഫക്റ്റ് ആണ് അല്ലേ? ലോ ഓഫ് എഫക്റ്റ്, ആ ഒരു പ്രവൃത്തിക്ക് നമ്മൾ എങ്ങനെയുള്ള എഫക്റ്റ് ആണോ കൊടുക്കുന്നത്, അൺഫേവറബിൾ ആയിട്ടുള്ളൊരു എഫക്റ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും അത് എങ്ങനെയായിരിക്കും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. അതേസമയം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം, ഒരു റിസൾട്ടാണ് നമ്മൾ കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന നിയമം. ലോ ഓഫ് എക്സസൈസിൽ വരുന്നത് നമ്മൾ ലോ ഓഫ് യൂസ്, ഉപയോഗം, അതുപോലെ ഡിസ്യൂസ്, ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും, ഈ 3 നിയമങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ വരുന്ന നിയമങ്ങളാണ്. ട്രയൽ ആൻഡ് എറർ എന്ന് പറയുമ്പം ശ്രമ പരാജയ സിദ്ധാന്തം, ആ ഒരു തിയറിയാണ് ബോണ്ട് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിയറി ഓഫ് കണക്ഷനിസം, ബന്ധ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ ഒരു തിയറിയാണ്. നെക്സ്റ്റ്, എ മൈനർ who cannot be controlled by parental authority. A minor who cannot be controlled by parental authority and commits antisocial or criminal act and violence is known as. ഒരു മൈനർ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഒരു കുട്ടി, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടി, cannot be controlled by parental authority, ഒരു പാരൻ്റൽ അതോറിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ കമ്മിറ്റ്സ് ആൻറ്റി സോഷ്യൽ, അതായത് സമൂഹത്തിന് എതിരെ അല്ലെങ്കിൽ എന്താണ് ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രവൃത്തികൾ ചെയ്യുന്നു, ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ട്രുവൻറ്റ്, കൾച്ചറലി ഡിപ്രൈവ്ഡ്, ജുവനൈൽ ഡെലിക്വൻറ്റ്, സോഷ്യലി ഡിപ്രൈവ്ഡ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ജുവനൈൽ ഡെലിക്വൻ്റ് ആണ്. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജുവനൈൽ ഡെലിക്വൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ആൻറ്റി സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, ക്രിമിനൽ ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക, വയലൻസ്, അക്രമങ്ങൾ കാണിക്കുക, ഇവരെയാണ് ജുവനൈൽ ഡെലിക്വൻ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദ ലെവൽ ഓഫ് ആസ്പിറേഷൻ. ഓപ്ഷൻ എ ഈസ് എ പ്രെജുഡൈസ്, ഓപ്ഷൻ ബി ഈസ് ആൻ എക്സ്പെക്റ്റേഷൻ, ഓപ്ഷൻ സി ഈസ് എ ഡ്രൈവ്, ഓപ്ഷൻ ഡി ഈസ് എ ഫാൻറ്റസി. ഓക്കെ, അപ്പോൾ ദ ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്പെക്റ്റേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ദ ലെവൽ ഓഫ് ആസ്പിറേഷൻ ഈസ് ആൻ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെക്റ്റേഷൻ ആണ്. നെക്സ്റ്റ്, എ ചൈൽഡ് റിമെമ്പേഴ്സ് ദ ആക്ഷൻ ഓഫ് എ കൊമേഡിയൻ ഇൻ ദ ഫിലിം. സെലക്ട് ദ സ്റ്റേജ് ഓഫ് ചൈൽഡ്. സെലക്ട് ദ സ്റ്റേജ് ഓഫ് ദ ചൈൽഡ്. ഓപ്ഷൻ എ ഐക്കോണിക് സ്റ്റേജ്, ഓപ്ഷൻ ബി എനാക്റ്റീവ് സ്റ്റേജ്, ഓപ്ഷൻ സി ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്, ഓപ്ഷൻ ഡി ഇൻസൈറ്റ് സ്റ്റേജ്. അപ്പോൾ ഒരു കുട്ടി, എ ചൈൽഡ് റിമെമ്പേഴ്സ് ദ ആക്ഷൻ ഓഫ് എ കൊമേഡിയൻ ഇൻ ദ ഫിലിം. ഒരു ഫിലിമിലെ കൊമേഡിയൻ്റെ ആക്ഷൻസിനെയാണ് ഒരു കുട്ടി ഓർക്കുന്നതെങ്കിൽ അവൻ്റെ സ്റ്റേജ് ഏതാണ്? സ്റ്റേജ് ഓഫ് ചൈൽഡ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രൂണറിൻ്റെ സ്റ്റേജുകളാണ് തന്നിട്ടുള്ളത്, ഐക്കോണിക്, എനാക്റ്റീവ്, ഇൻറ്റ്യൂട്ടീവ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് സ്റ്റേജിലാണ് ആ കുട്ടി ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ആക്ഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റേജ് ഏതാണ്? ഓപ്ഷൻ ബി എനാക്റ്റീവ് സ്റ്റേജ് ആണ് അല്ലേ? ആക്ഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് എനാക്റ്റീവ് സ്റ്റേജ്. അനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ഈ 3 സ്റ്റേജുകളാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ അല്ലെങ്കിൽ ബ്രൂണറിൻ്റെ തിയറിയിൽ പറയുന്നത്. ആ 3 സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി RIE അതായത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആർ ദർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 7. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഹൗ ഡിഡ് വൈഗോട്സ്കി വ്യൂ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? ഓപ്ഷൻ എ ചോദന പ്രതികരണ ബന്ധങ്ങളുടെ പഠന പ്രക്രിയയാണ് വികാസം. ഡെവലപ്മെൻറ്റ് ആസ് എ സീക്വൻസ് ഓഫ് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻസ്. ഓപ്ഷൻ ബി കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികസനം. Intellectual development is the result of experiences of children in terms of social and cultural context. ഓപ്ഷൻ സി വികാസം പാരമ്പര്യമായി മുൻപേ നിർണയിക്കപ്പെട്ടതാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ജനറ്റിക്കലി പ്രീഡിറ്റർമൈൻഡ്. ഓപ്ഷൻ ഡി ശാരീരിക പക്വത ആർജിക്കുന്നതിൻ്റെ ഫലമാണ് വികസനം. ഡെവലപ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ബയോളജിക്കൽ മെച്ചുറേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികസനം എന്നാണ് വൈഗോട്സ്കിയുടെ തിയറി പറയുന്നത്. ഓക്കെ, സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിനാണ് വൈഗോട്സ്കി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. വൈഗോട്സ്കിയുടെ തിയറി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണ്. ഇന്റലിജൻസ് test is conducted for 2 students A and B having 10 years old. 10 വയസ്സായ എക്കും ബിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ദ മെൻ്റൽ ഏജ് ഓഫ് എ ഈസ് ഫൗണ്ട് ടു ബി 10. മെൻ്റൽ ഏജ് ഓഫ് എയുടെ മെൻ്റൽ ഏജ് എത്രയാണ്? മാനസിക വയസ്സ് എത്രയാണ്? 10 ആണ്. അതായത് ക്രോണോളജിക്കൽ ഏജിന് തുല്യമാണ് എയുടെ മാനസിക വയസ്സ്. ആൻഡ് ദാറ്റ് ഓഫ് ബി ഈസ് 14. പക്ഷേ ബിയുടെ മെൻ്റൽ ഏജ് എത്രയാണ്? 14 ആണ്, 14 ആണ്. ബിയുടെ ക്രോണോളജിക്കൽ ഏജ് കാലിക വയസ്സ് 10 ആണ്. പക്ഷേ മെൻ്റൽ ഏജ് എത്രയാണ്? കൂടുതലാണ്. മെൻ്റൽ ഏജ് എത്രയാണ് വന്നിട്ടുള്ളത്? 14 ആണ്. ഫ്രം ദിസ് വൺ ക്യാൻ അറൈവ് അറ്റ് ദ കൺക്ലൂഷൻ. ഏത് കൺക്ലൂഷനിലാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്? ഓപ്ഷൻ എ നോക്കൂ. IQ ലെവൽ ഓഫ് ബോത്ത് ദ സ്റ്റുഡൻസ് ആർ സെയിം. രണ്ടുപേരുടെയും IQ ലെവൽ എന്താണ്? സെയിം ആണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി IQ ലെവൽ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി. എയുടെ IQ ലെവൽ കൂടുതലാണ് ബിയേക്കാൾ. സി നോക്കൂ. IQ ലെവൽ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എയേക്കാൾ കൂടുതലാണ് ആരുടെ IQ? ബിയുടെ IQ. ഡി നോക്കൂ. ബോത്ത് ദ സ്റ്റുഡൻസ് ആർ ലോ ലെവൽ ഓഫ് IQ. രണ്ടുപേർക്കും ലോ ലെവൽ IQ ആണ് ഉള്ളത്. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് MA, അതായത് നമുക്ക് IQ കാണാനുള്ള നമ്മുടെ ഫോർമുല ഏതായിരുന്നു? MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100 ആണ്. MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100 ആണ് നമ്മുടെ ഈ ഒരു IQ കാണാനുള്ള ഇക്വേഷൻ. MA എന്ന് പറയുന്നത് എത്രയാണ്? മെൻ്റൽ ഏജ് ആണ്. CA എന്ന് പറയുന്നത് എത്രയാണ്? ഏതാണ്? കാലിക വയസ്സ്, ക്രോണോളജിക്കൽ ഏജ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് IQ ലെവൽ, എയുടെ IQ ലെവൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടും 10 ആണ്. അതായത് കാലിക വയസ്സും അതുപോലെ തന്നെ മെൻ്റൽ ഏജും സെയിം ആണ്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എന്താണ്? അത് ആ കുട്ടിയുടെ മെൻ്റൽ ഏജ് എങ്ങനെയായിരിക്കും? IQ എത്രയായിരിക്കും? അത് 100-ലായിരിക്കും നിൽക്കുന്നത്. അതായത് അത് ആവറേജ് ആയിരിക്കും. അതേസമയം ഇവിടെ നോക്കൂ, ബിയുടെ IQ ലെവൽ 14 വന്നിട്ടുണ്ട്. ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബിക്ക് എന്തായിരിക്കും? IQ കൂടുതലായിരിക്കും. ഓക്കെ, മെൻ്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കൂടുതലായതുകൊണ്ട് 100-നേക്കാൾ കൂടുതലായിരിക്കും അവരുടെ IQ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇവിടെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? IQ ലെവൽ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇവിടെ IQ ലെവൽ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ബിക്ക് ആണ് എയേക്കാൾ IQ ലെവൽ കൂടുതലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കണക്ക് രൂപത്തിൽ ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ MA എത്രയാണ്? ഒരാളുടേത് 14-ഉം അതുപോലെ 10-ഉം ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, 14 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 നമുക്ക് ചെയ്യാം. അതുപോലെ മറ്റാളതും അതുപോലെ ചെയ്യാം. 10-ഉം തമ്മിൽ ഹരിച്ചിട്ട് എന്ത് ചെയ്യാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും അവരുടെ IQ. സോ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് മുന്നേ വന്ന് കണ്ടിട്ടുണ്ട്.
സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാലിക വയസ്സും അതുപോലെ മാനസിക വയസ്സും സെയിം ആണെങ്കിൽ അവരുടെ IQ എങ്ങനെയായിരിക്കും? അത് ആവറേജ് ആയിരിക്കും കേട്ടോ, 100 ആയിരിക്കും. അതേസമയം മെന്റൽ ഏജ് കൂടുതലാണെങ്കിൽ, ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കൂടുതലാണ് മെന്റൽ ഏജ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ IQ എങ്ങനെയായിരിക്കും? IQ കൂടുതലായിരിക്കും, ആവറേജിലും കൂടുതലായിരിക്കും, 100-നേക്കാൾ കൂടുതലായിരിക്കും. അതേസമയം അവരുടെ മെന്റൽ ഏജ്, അവരുടെ ക്രോണോളജിക്കൽ ഏജ്, കാലിക വയസ്സിനേക്കാൾ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ IQ എങ്ങനെയായിരിക്കും? ആവറേജിൽ താഴെയായിരിക്കും, 100-ൽ താഴെയായിരിക്കും. സോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആകും. കാരണം ഈ ഭാഗത്തുനിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, ഈ മെന്റൽ ഏജ് കാണാനുള്ളതും IQ കാണാനുള്ളതും. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. വിച്ച് ടൈപ്പ് ഓഫ് ക്ലാസ് ലീഡർഷിപ്പ് ഈസ് ബെസ്റ്റ് ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ്? ക്ലാസ് റൂം മാനേജ്മെന്റിന് ഏറ്റവും നല്ല ക്ലാസ് ലീഡർഷിപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലാസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഉള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കൂ, അതോറിറ്റേറിയൻ. രണ്ടാമത്തത് നോക്കൂ, ഫ്ലെക്സിബിൾ. C, ഡെമോക്രാറ്റിക്. ഓപ്ഷൻ D, റിജിഡ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കറിയാം എങ്ങനെയായിരിക്കും. വാട്ട് ടൈപ്പ് ഓഫ് ക്ലാസ് ലീഡർഷിപ്പ് ഈസ് ബെസ്റ്റ് ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ്? ഏറ്റവും നല്ല ക്ലാസ് മാനേജ്മെന്റിന് ഏറ്റവും നല്ലത് ഏതായിരിക്കും? അത് ഡെമോക്രാറ്റിക് ആയിരിക്കും. അവിടെയാണ് കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, അവരുടെ ഐഡിയാസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എവിടെയാണ്? ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിലാണ്. അതേസമയം റിജിഡ് ആണെങ്കിലും അതോറിറ്റേറിയൻ ആണെങ്കിലും ഒക്കെ എങ്ങനെയായിരിക്കും? റിജിഡ് ആകുമ്പോൾ നമുക്കറിയാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അല്ലേ? എല്ലാ കാര്യത്തിലും സ്ട്രിക്ട്നെസ് ആയിരിക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം അതോറിറ്റേറിയനിൽ എന്താണ്? ടീച്ചർ മാത്രം എല്ലാം പറയുന്നു, അല്ലെങ്കിൽ ടീച്ചർക്ക് മാത്രം വലിയൊരു റോള്, കുട്ടികൾ പാസീവ് ലേണേഴ്സ് ആയിരിക്കുന്നു. അപ്പോൾ അത് ഒരിക്കലും നല്ലൊരു ക്ലാസ് റൂം സിസ്റ്റം ആയിരിക്കില്ല. അതേസമയം ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നു, അവരുടെ ആശയങ്ങൾക്കും അവരുടെ ഐഡിയാസും അവരുടെ കോൺസെപ്റ്റൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഇതിനൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തുന്നു. പഠന പ്രവർത്തനത്തിൽ കുട്ടികൾക്ക് വലിയ റോള് കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ് റൂം സിസ്റ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡെമോക്രാറ്റിക് ആണ്. ഇനി ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതൽ എന്തായിരിക്കും? വളരെ അധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അയഞ്ഞ രൂപത്തിലുള്ളതാകുമ്പോൾ അതും ക്ലാസ്സിന് ബുദ്ധിമുട്ടാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? അത് ഡെമോക്രാറ്റിക് ആണ്. സോ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡെമോക്രാറ്റിക് എന്താണ്, അതോറിറ്റേറിയൻ എന്താണ്? അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ഭരിക്കുന്ന പോലെയാണ്, അല്ലേ? അപ്പം അത് കുട്ടികൾക്കും ഇഷ്ടമാവില്ല. അപ്പോൾ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ടീച്ചർക്കും റോളുണ്ട്, കുട്ടികൾക്കും റോളുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ റോളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കൂ, വിച്ച് തിയറി ഓഫ് പേഴ്സണാലിറ്റി വാസ് ഡെവലപ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്? എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. കാരണം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി പല രൂപത്തിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പേഴ്സണാലിറ്റി തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. പേഴ്സണാലിറ്റി തിയറി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് സൈക്കോ അനലിറ്റിക് ആണോ, ജെൻഡർ ബേസ്ഡ് ആണോ, സൈക്കോ സോഷ്യൽ ആണോ, ബിഹേവിയറിസ്റ്റിക് ആണോ? അപ്പം ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി? ഈ എല്ലാ തിയറീസും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക തിയറീസും നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത കേട്ടറ്റിന് വേണ്ടി പഠിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, ഓരോ തിയറിയും പഠിക്കുക, ഓരോ തിയറിയുടെയും പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ തിയറീസും നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനലിൽ സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-12 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ബ്രോണറിൻ്റെ തിയറി വരുന്നുണ്ട്, പിയാഷയുടെ തിയറി ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി ഉണ്ട്, എറിക്സന്റെ തിയറി ഉണ്ട്. അതുകൂടാതെ കേട്ടിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലേലിസ്റ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മാത്രം പറയുന്നതല്ല, എന്താണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ പറഞ്ഞിട്ട് ആണ് വീഡിയോ ചെയ്തിട്ടുള്ളത്.
അതുപോലെ ഒരുപാട് മോഡൽ എക്സാംസ്, എനിക്ക് തോന്നുന്നു 5, 6, 7 മോഡൽ എക്സാംസ് നമ്മൾ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ഇപ്പോൾ തന്നെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണമെന്നില്ല, കുറേ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തവണ നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ഓരോ തിയറിയും വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കുക, കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വിച്ച് തിയറി ഓഫ് പേഴ്സണാലിറ്റി, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പേഴ്സണാലിറ്റി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിച്ച് തിയറി ഓഫ് പേഴ്സണാലിറ്റി വാസ് ഡെവലപ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്? ഓപ്ഷൻ എ സൈക്കോ അനലിറ്റിക്, ഓപ്ഷൻ ബി ജെൻഡർ ബേസ്ഡ്, ഓപ്ഷൻ സി സൈക്കോ സോഷ്യൽ, ഓപ്ഷൻ ഡി ബിഹേവിയറിസ്റ്റിക്. ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ സൈക്കോ അനലിറ്റിക് തിയറിയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി. ഏതാണ്? സൈക്കോ അനലിറ്റിക് തിയറിയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡെവലപ്മെന്റൽ തിയറി നമുക്ക് പഠിക്കാനുണ്ട്, പേഴ്സണാലിറ്റി തിയറി പഠിക്കാനുണ്ട്. പേഴ്സണാലിറ്റി തിയറിയാണ് സൈക്കോ അനലിറ്റിക് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റൽ തിയറി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. ഏതാണ്? സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറി ആരുടെ തിയറിയാണെന്ന് ചോദിച്ചാൽ അതും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയാണ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ സി നോക്കൂ, സൈക്കോ സോഷ്യൽ ആണ്. ഇത് ആരുടെ തിയറിയാണ്? അത് എറിക് എച്ച് എറിക്സന്റെ തിയറിയാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി 8 സ്റ്റേജുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 8 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എറിക് എച്ച് എറിക്സൺ ആണ്. അപ്പോൾ ആ തിയറിയും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സൈക്കോ അനലിറ്റിക് തിയറിയിൽ പ്രധാനമായിട്ടും വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? അദ്ദേഹം മൈൻഡിനെ 3ആയിട്ട് പറയുന്നുണ്ട്. മൈൻഡിന്റെ 3 തലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഏതാണ്? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഓക്കെ, അങ്ങനെ 3ആയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈൻഡിന്റെ ഒരു സ്ട്രക്ചറിനെ അദ്ദേഹം ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, എങ്ങനെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എന്ന് പറയുമ്പം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഈഗോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതേസമയം സൂപ്പർ ഈഗോ എങ്ങനെയാണ്? മൊറാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് 3ഉം പഠിക്കുക. അവിടുന്ന് എല്ലാ തവണയും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന മൈൻഡിന്റെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈഗോയാണ്. അതേസമയം അനിമൽ സൈഡ് എന്ന മൈൻഡിന്റെ അനിമൽ സൈഡ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. അവിടെ ഇത് എന്ന് പറയുമ്പോൾ പ്ലഷറിനെ ബേസ് ചെയ്തിട്ടാണ്. എനിക്കത് വേണം എന്നുള്ള തോന്നലാണ്, അല്ലെങ്കിൽ ഞാനത് വേണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതെങ്ങനെ ഫീൽ ചെയ്യും, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്കത് വേണം, ദാറ്റ് ഇസ് ഇത്. ഓക്കെ, അതേസമയം സൂപ്പർ ഈഗോ എന്താണ്? എല്ലാം, അതായത് എനിക്ക് വേണ്ട മറ്റുള്ളവരെടുത്തോട്ടെ, അതായത് മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതേസമയം ഈഗോ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ആളാണ് ഈഗോ. ഓക്കെ, അപ്പം അത് റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.